അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്റെ എല്ലാ മുത്തുമണികളെയും ഞാൻ ബർക്കത്തുള്ള മജ്ലിസിലേക്ക് ക്ഷണിക്കുകയാണ്. മജ്ലിസിന്റെ മുതലാളിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, നമുക്കൊന്ന് കേട്ടു. ഒരു കമന്റ് ആണ്. എന്താണ്? ഈ കമന്റ് വായിച്ചാലും പേടിയാണെങ്കിൽ വായിക്കണ്ട. കമന്റ് വായിക്കാനും പേടിയാണ്. എന്തിട്ടാണ്? എന്നാലും അൽഹംദുലില്ലാഹ് വായിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ വായിക്ക്. തങ്ങളിപ്പാന്റെ പേര് മുനീറ എന്നാണ്. പവറുള്ള ഓൺലൈൻ മജ്ലിസിൽ മുനീറ ഒരു കമന്റ് ഇട്ടു. ആ കമന്റ് കണ്ടപ്പോൾ മഹാനവറുകൾ ഒന്ന് പേടിച്ചു. അതുകൊണ്ട് തന്നെ വായിക്കാൻ പേടിയുമുണ്ട്, എന്നാ വായിക്കാതിരിക്കാനും പറ്റില്ല. മാർക്കറ്റിംഗ് തന്ത്രം. തങ്ങളിപ്പ മൂന്നാം തവണ വിസിറ്റ് പുതുക്കി. ആര് പുതുക്കി? സുബ്ഹാനല്ലാഹ്, ഒരു ജോലിയിൽ കയറാണ്. ജോലിയിൽ കയറിക്കോട്ടെ. രണ്ട് തവണ എന്റെ ഭർത്താവിന് ജോലി കിട്ടി. 2 തവണ അവരുടെ ഭർത്താവിന്, മുനീറാരുടെ ഭർത്താവിന് ജോലി കിട്ടിയിട്ടുണ്ട്. ആ 2 തവണയും ഞാൻ തങ്ങളിപ്പാനോട് തക്ബീർ ചൊല്ലാൻ പറഞ്ഞു. എന്നിട്ടോ തങ്ങളിപ്പാങ്ങൾ തക്ബീർ ചൊല്ലിയില്ല. 2 പണി പോയി. എന്തേ തങ്ങളുപ്പ നിങ്ങൾ തക്ബീർ ചെല്ലാതിരുന്നത്? 2 തവണ ജോലി കിട്ടിയപ്പോൾ നിങ്ങളുടെ തക്ബീർ ചെല്ലാൻ പറഞ്ഞതല്ലേ? പവറുള്ള തങ്ങളുപ്പ തക്ബീർ ചെല്ലാത്തോണ്ട് മുനീറാര മാപ്പളുടെ 2 ജോലിയും പോയി എന്നാ പറയുന്നു. നല്ല ചിരി. അത് കേട്ടത് എന്തിനു ചിരിച്ചത്? കമന്റ് വായിച്ചോക്കി. കമന്റ് വായിക്ക. നിങ്ങൾ ഇപ്പൊ ചിരിച്ചെങ്ങനെ? നല്ല രസമുണ്ടോ? ഒന്നുകൂടി ചിരിച്ച. പ്രത്യേക ചിരിയാണല്ലോ തങ്ങളുപ്പാപ്പ. മുനീറാപ്പി. ആ, 3ാം തവണ വിസിറ്റ് പുതുക്കി. ഇന്നൊരു ജോലിയിൽ കയറാണ്. 3ാം തവണയാണ് വിസിറ്റ് പുതുക്കിയത്. തങ്ങളുപ്പ അതിന് തക്ബീർ ചെല്ലാതിരുന്നാ ശരിയാവില്ല. 2 തവണ കിട്ടിയ ജോലി തങ്ങളിപ്പോ തക്ബീർ ചൊല്ലിയില്ല. 2ഉം പോയി. അതെ, മജ്ലിസിന്റെ പവർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പവറാണ്. സുബ്ഹാനല്ലാഹ്, ഈ നാട്ടിൽ വരാ പറഞ്ഞതാണ്. 3ാം തവണ വിസിറ്റ് പുതുക്കി 3ാമത്തെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. തങ്ങളുപ്പാപ്പ തക്ബീർ ചൊല്ലിയിട്ടെങ്കിൽ അതും പ്രശ്നമാകും. അതുകൊണ്ട് തങ്ങളുപ്പാപ്പ തക്ബീർ ചൊല്ലിക്കോ. തങ്ങളിപ്പ എനിക്ക് ഉറപ്പാണ്, എന്റെ തങ്ങളിപ്പ തക്ബീർ ചൊല്ലിയാൽ ഒരു വിഷമുണ്ടാകൂലാണ്. സുബ്ഹാനല്ലാഹ്, എന്നാ പൊന്നുമോളെ ഇന്നത്തെ തക്ബീർ ആ ജോലി നിലനിൽക്കാനും വിസടിക്കാൻ പോരെ. മതി. മുനീറാപ്പിന്റെ ഭർത്താവിന്റെ ജോലി സ്ഥിരമായി. സന്തോഷായോ? സന്തോഷായി. സന്തോഷായി. ഒന്നുകൂടി ചിരിച്ചൻ. ആ ചിരി കാണാൻ വല്ലാത്ത പൂതി. സഹോദരങ്ങൾ, ഇവിടെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളോട് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക, ഈ ചങ്ങാതിനെയൊക്കെ പിന്നാലെ പോകുന്നത് നിർത്താൻ വേണ്ടി. കാണാൻ കൊള്ളാത്ത നമ്മളാരും നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കുക വിചാരിച്ചിട്ട് അതുമില്ല. മനസ്സിലായി?